പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 59ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദൈവന ശുശ്രൂഷയ്ക്കായി കടന്നിട്ടുള്ളത് പാസ്റ്റർ അരുൺ ബാബുവാണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസിന്റെ സ്വദേശം ഇടുക്കിയാണ്. ഇപ്പോൾ ലണ്ടനിൽ കിങ്സ്റ്റൺ എന്ന സ്ഥലത്തായിരിക്കുന്നു. അവിടെയുള്ള ലണ്ടനിൽ ടോൾബർത്ത് എന്ന സ്ഥലത്ത് ഇമ്മാനുവേൽ ചർച്ചക്കോട് എന്ന ദൈവസഭയുടെ അംഗമാണ് പ്രിയ ദേവദാസൻ. ഞങ്ങളെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇങ്ങനെയൊരു സംവിധാനത്തിലൂടെ കൂടി വരാൻ ദൈവം തന്ന വലിയ കൃപയ്ക്ക് ഞാൻ കർത്താവിന് ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. ഗോഡ് ഈസ് ലവ് വാട്സപ്പ് കൂട്ടായ്മയുടെ 59ാമത്തെ ഈ പ്രാർത്ഥനാ യോഗത്തിൽ നിങ്ങളോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിന് ഞാൻ ഒത്തിരി നന്ദിയുള്ളവനാണ്. ഇന്നത്തെ ഈ യോഗത്തിന്റെ ചെയർമാനായിരിക്കുന്ന അല്ലെങ്കിൽ യോഗം ലീഡ് ചെയ്യുന്ന സനൽ ബ്രദറിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദേവദാസനോടുള്ള സ്നേഹത്തെ അറിയിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ ബ്രദർ നിബു, സിസ്റ്റർ ആഷ്ലി, പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദിയും ക്രിസ്തീയ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗോഡ് ഈസ് ലവ് വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന പാസ്റ്റർ ഡെന്നീസ് ആൻഡ് സിജി ഡെന്നീസ്, പ്രിയപ്പെട്ടവരെ ഞാൻ ക്രിസ്തുവിൽ വന്ദനം ചെയ്യട്ടെ. ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള ഈ നല്ല ദർശനത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവചനം നമ്മൾ പഠിക്കുമ്പോഴാണേലും അല്ല, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഏതൊരു കൂട്ടായ്മകൾ നമ്മൾ പരിശോധിച്ചാലും അതിൻ്റെയൊക്കെ തുടക്കം ചിലർക്ക് ദൈവം കൊടുത്ത ദർശനമായിരുന്നു. ആ ദർശനങ്ങളെല്ലാം കർത്താവ് നാൾക്ക് നാൾ വളർത്തിയെടുത്തിട്ടുള്ള ചരിത്രമാണ് നമുക്കെപ്പോഴും കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ഇത്തരത്തിൽ നൽകിയ ദർശനത്തെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അതോടൊപ്പം തന്നെ ഈ മെസ്സേജുകളെല്ലാം പ്രിയപ്പെട്ടവരുടെ ചാനലിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. വരുന്ന ദിവസങ്ങളിൽ ഈ സന്ദേശങ്ങൾ ശ്രവിക്കാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ ദൈവവചനത്തിന്റെ ചിന്തകൾ അനുഗ്രഹത്തിന് കാരണമായി തീരും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ഇന്നത്തെ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവദാസന്മാർ, മറ്റ് ദൈവമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ ഞാൻ അറിയിക്കട്ടെ. പല രാജ്യങ്ങളിൽ പല ടൈം സോണിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുകയാണ്. ഏത് രാജ്യത്തായാലും ഏത് ടൈം സോണിലാണെങ്കിലും നമ്മുടെ ദൈവത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാരണം ദൈവത്തെ ആരാധിക്കുന്നതിന് സമയമോ സ്ഥലമോ നമ്മുടെ പരിമിതികളോ ഒന്നും ഒരു വിഷയമല്ല എന്നുള്ളത് രണ്ട് തർക്കം ഇല്ലാത്ത അല്ലെങ്കിൽ രണ്ട് വാദമില്ലാത്ത കാര്യമാണ്. വളരെ സന്തോഷത്തോടെ ഈ മീറ്റിങ്ങിൽ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ടവരോട് പ്രത്യേക നന്ദി. എന്നെ പരിചയപ്പെടുത്തിയ നല്ല വാക്കുകൾക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രഗത്ഭരായ കർത്താവിനാൽ പ്രയോജനപ്പെടുന്ന അനേക ദൈവദാസന്മാരുടെ സന്ദേശങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഞാൻ എളിയൊരു ദൈവദാസന് ഇങ്ങനെ ഒരു വേദി തന്നതിന് സ്തോത്രം. ഓരകളെല്ലാം അവസാനിപ്പിച്ച് വേഗത്തിൽ ഒരു തിരുവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. കാരണം നമുക്ക് സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് നൽകിയ സമയത്തിന്റെ അകത്ത് തന്നെ ഞാൻ നിർത്താനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. കാരണം എനിക്കിവിടെ 7:30 ആയിട്ടുള്ളൂ, നിങ്ങൾക്ക് അവിടെ രാത്രിയായി എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ സമയത്തിന്റെ അകത്ത് തന്നെ നിർത്താൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകം എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ ത്രോട്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതെന്റെ 2ാമത്തെ മെസ്സേജാണ് ഇന്നത്തെ ഈ ദിവസത്തിലെ. 1 മണിക്കൂറും പറഞ്ഞ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിൻ്റെ ഒരു ചെറിയ പ്രയാസം എൻ്റെ ശബ്ദത്തിനുണ്ട്. എന്നാലും കർത്താവ് നമ്മളെല്ലാവരെയും ഒരുപോലെ സഹായിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കാം. നമുക്ക് വേദപുസ്തകം തുറക്കാം. ധന്യനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ വായിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ആരംഭിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം 1-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും
സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ആ നല്ല വാക്യങ്ങൾക്കായി കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ ധന്യനായ പൗലോസ്ലീഹായുടെ അനുഗ്രഹിക്കപ്പെട്ട ഈടുറ്റ ലേഖനങ്ങളാണ് ഈ 2 ലേഖനങ്ങളും. മറ്റു ലേഖനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ തെസ്സലോനിക്ക ലേഖനത്തെ വേറിട്ട് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം, തെസ്സലോനിക്ക സഭയെ ഓർത്ത് പൗലോസ് എന്ന ദൈവമനുഷ്യൻ എല്ലാ കാലത്തും ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, ഏത് സഭയെ നമ്മൾ പരിശോധിച്ചാലും ഏത് ലേഖനത്തെ നമ്മൾ പഠിച്ചാലും ആ ലേഖനങ്ങളിലെല്ലാം ആ സഭയുടെ കുറവുകളെ വളരെ വ്യക്തമായി പൗലോസ് രേഖപ്പെടുത്തുകയും ആ കുറവുകൾക്ക് കാരണമായ വിഷയം എന്താണോ അതിനെ അങ്ങേയറ്റം കർക്കശമായി ശാസിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ തെസ്സലോനിക്കയിലെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് എന്ന മനുഷ്യന്റെ എഴുത്തിന് വിപരീതമായി ഈ സഭയോട് ഒരു പിതാവ് എങ്ങനെയാണോ തന്റെ മകനോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടെ പൗലോസ് സംസാരിക്കുന്ന വാക്കുകളാണ് ഈ ലേഖനത്തിലുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ ഈ തെസ്സലോനിക്ക സഭയുമായി പൗലോസിന് ഇത്രമാത്രം ബന്ധം? എങ്ങനെയാണ് തെസ്സലോനിക്ക സഭ സ്ഥാപിതമായത്? തെസ്സലോനിക്ക പട്ടണത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത്യാദി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെങ്കിലേ നമ്മൾ വായിച്ച ഈ വാക്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് പിടികിട്ടും. ഇവിടെ 3 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ 3 കാര്യങ്ങളും കൂടെ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ പ്രധാനപ്പെട്ട 3 വിശേഷങ്ങൾ അവിടെ പറയുന്നുണ്ടല്ലോ, ആ 3-ൽ ഏതെങ്കിലും ഒക്കെ ചിലത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പൗലോസ് ഇവിടെ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതോടെ പറഞ്ഞിട്ട് ഞാൻ ഈ പഠനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് ഈ സഭയെ ഓർത്ത് പൗലോസ് സ്തോത്രം ചെയ്യുന്നത്. അതൊന്ന്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല. 2, സ്നേഹപ്രയത്നം. 3, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. ഈ 3 വിഷയങ്ങളെ അദ്ദേഹം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. തെസ്സലോനിക്ക എന്ന സഭയുടെ ഭൗതികമായ വളർച്ചയോ ആ സഭയിലെ ആത്മാക്കളുടെ അല്ലെങ്കിൽ അംഗസംഖ്യ കണ്ടിട്ടല്ല ആ ദൈവദാസൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. അതിനേക്കാൾ ഉപരിയായി അവരുടെ ആത്മീക വളർച്ച കണ്ടിട്ടാണ് അദ്ദേഹം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവസഭയോടുള്ള പൗലോസിന്റെ ഇത്രയും ആഴമേറിയ ബന്ധത്തിന്റെ കാരണം എന്താ തെസ്സലോനിക്ക സഭയുടെ ഈ ആത്മീക വളർച്ചയെ അദ്ദേഹം ഇത്രത്തോളം അഭിനന്ദിക്കാനുള്ള കാരണം? ഈ സഭ എങ്ങനെ സ്ഥാപിതമായത്? തെസ്സലോനിക്ക പട്ടണത്തിന്റെ പ്രത്യേകത എന്താ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു അല്പം ചരിത്ര പഠനം ഇതിനോട് ചേർത്ത് വന്നെങ്കിലേ ഈ വിഷയങ്ങളെ നമുക്ക് പിടികിട്ടും. ഞാൻ ഒത്തിരി നീട്ടത്തില്ല, എന്നാൽ വേഗത്തിൽ ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. തെസ്സലോനിക്ക പട്ടണത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം. ആ സംഭവം ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു നിർത്താം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സാഹചര്യം, സന്ദർഭം എപ്പോഴാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം ലോകൈക സാമ്രാജ്യമായ ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ സാമ്രാട്ടായിരുന്ന ബെൽസസർ രാജാവിന്റെ 3-ാമത്തെ വർഷമാണ് ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്. ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം എവിടെ നിൽക്കുന്നതെന്ന് താൻ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി കാണുന്നു. ആ നദീതീരത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം കാണുന്ന ദർശനം എങ്ങനെയാണ്? 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നതായി അദ്ദേഹം കാണുകയാണ്. ആ ആട്ടുകൊറ്റന്റെ പ്രത്യേകത, അതിന്റെ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ നീളമുള്ളതായിരുന്നു. അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും അതിശക്തമായി ഇടിക്കുന്നത് ദാനിയേൽ കാണുകയാണ്. ആ അഹങ്കാരത്തോടെ ആ മൃഗം, ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഇടിക്കുന്നത് വഴി ആ മൃഗം പറയുന്നത് ഇങ്ങനെയാണ്: എന്നേക്കാൾ ശക്തനായി എന്നെ പരാജയപ്പെടുത്താൻ എന്റെ മുമ്പിൽ നിൽക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. അതങ്ങനെ അഹങ്കാരത്തിന്റെ മൂർത്തന്റെ ഭാവത്തിൽ ഹുങ്കാരത്തോടെ നിൽക്കുന്ന നേരത്ത് ദാനിയേൽ കാണുന്ന കാഴ്ച എങ്ങനെയാണ്? ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ പാഞ്ഞു വരികയാണ്. ആ കോലാട്ടുകൊറ്റന്റെ പ്രത്യേകത, അതിന്റെ 2 കണ്ണിന്റെ ഇടയിൽ ഒരു കൊമ്പുണ്ട്. ഈ ഒറ്റക്കൊമ്പനായ കോലാട്ടുകൊറ്റൻ
2 കൊമ്പുള്ള ആട്ടുകൊറ്റനുമായി യുദ്ധം ചെയ്ത് 2 കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ 2 കൊമ്പുകളെയും ഒടിച്ചു കളയുകയാണ്. പരാജയപ്പെട്ട ആ ആട്ടുകൊറ്റന് ഈ ഒറ്റ കൊമ്പനായ കോലാട്ടുകൊറ്റന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ അത് അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. ദാനിയേൽ കാണുമ്പോൾ സംഭവിക്കുന്ന സംഭവം ഇങ്ങനെയാണ്. ആ വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന 1 കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ 1 കൊമ്പ് ഒടിഞ്ഞുപോയി. തലസ്ഥാനത്ത് പുതിയ 4 കൊമ്പ് മുളച്ചു വരുന്നതായി ദാനിയേൽ കാണുകയാണ്. ദാനിയേൽ ഈ ദർശനം കാണുമ്പോൾ നിങ്ങളൊരു പ്രത്യേക കാര്യം ഓർക്കണം. അദ്ദേഹം ഈ ദർശനം കാണുന്ന കാലഘട്ടം 1-ാം ലോകൈക സാമ്രാജ്യമായ ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ബെൽസസർ രാജാവിന്റെ 3-ാമത്തെ വർഷമാണ് ഈ ദർശനം ദാനിയേൽ കാണുന്നത്. ഈ ദർശനത്തിന്റെ വരാൻ പോകുന്ന ഭാവികാല നിവൃത്തി എന്താണെന്ന് ദാനിയേലിന് അപ്പോൾ പിടികിട്ടിയില്ല. എന്നാൽ ചരിത്രം പഠിക്കുന്നവർക്ക് ഈ സംഭവം എന്താണെന്ന് വളരെ വ്യക്തമായി കണ്ടെത്താൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എന്താ ഈ ദർശനത്തിന്റെ ഭാവികാല നിവർത്തീകരണം എന്നത് ചരിത്രത്തിലൂടെ തന്നെ ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കാണുന്ന 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ എന്ന് പറയുന്നത് മേത്യൻ പേർഷ്യൻ സംസ്കാരത്തെ കാണിക്കുന്നത്. ഏകദേശം 200-ലധികം വർഷം ഈ ലോകത്തെ അടക്കി ഭരിച്ച മേത്യൻ പേർഷ്യൻ സംസ്കാരം വിചാരിച്ചത് ഞങ്ങളെ പരാജയപ്പെടുത്താനോ ഞങ്ങൾക്ക് മേളിൽ ഭരണം നടത്താനോ ഞങ്ങൾക്ക് നേരെ നിൽക്കാനോ ഈ ലോകത്തിൽ ഒരു പ്രബല ശക്തിയും ഇല്ല എന്ന് അവർ വിചാരിച്ചിരുന്നു. അവർ അങ്ങനെ അഹങ്കാരത്തോടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 1 കൊമ്പുള്ള കോലാട്ടുകൊറ്റൻ കയറി വരുന്നത്. ആ 1 കൊമ്പുള്ള കോലാട്ടുകൊറ്റൻ അലക്സാണ്ടറിന്റെ നേതൃത്വത്തിലുള്ള ഗ്രീക്ക് സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. ലോകം മുഴുവനും അടക്കിപ്പിടിച്ച മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി 200-ലധികം വർഷം ഈ ലോകത്തെ ഭരിച്ചിരുന്ന മേത്യൻ പേർഷ്യൻ സംസ്കാരത്തെ തുടച്ചു നീക്കി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗ്രീക്ക് സാമ്രാജ്യം ഇവിടെ നിലവിൽ വരികയാണ്. ആ ഗ്രീക്ക് സാമ്രാജ്യത്തെ അലക്സാണ്ടറിന്റെ ഭരണത്തെയാണ് 1 കൊമ്പ് കാണിക്കുന്നത്. പിന്നെ ദാനിയേൽ കാണുന്ന 1 കൊമ്പൊടിഞ്ഞു പോയി 4 കൊമ്പ് മുളച്ചു വരുന്നത് എന്താ? അതിന്റെ നിവർത്തീകരണം എന്ന് പറയുന്നത് ഈ അലക്സാണ്ടർ ചക്രവർത്തി 33-ാമത്തെ വയസ്സിൽ പനിനീർ വെള്ളത്തിൽ കുളിച്ച് ജ്വരം ബാധിച്ച് മരണമടഞ്ഞു. അദ്ദേഹം വിവാഹിതനല്ലായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശേഷം തന്റെ രാജ്യം അനന്തരാവകാശികൾക്ക് നൽകാൻ കഴിയാതായിപ്പോയി. എന്താ അവിടെ സംഭവിച്ചത്? അടുത്ത തലമുറയ്ക്ക് നൽകുന്നതിന് പകരം തൻ്റെ സാമ്രാജ്യം 4 വിഭജിക്കപ്പെട്ടു. 4 വിഭജിക്കപ്പെടുക മാത്രമല്ല, ആ 4 ഭാഗങ്ങൾ തൻ്റെ 4 സൈന്യാധിപന്മാർക്കാണ് കൊടുക്കുന്നത്. ഏഷ്യ മൈനർ ലെസിമക്സിനും, മാസഡോണിയ കസാൻഡർക്കും, സിറിയ സെലൂക്കസിനും, ഈജിപ്റ്റ് ടോളമികൾക്കുമായി ആ 4 ഭാഗങ്ങളായി രാജ്യം വിഭജിക്കപ്പെടുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സന്ദർഭോചിതമായ ഒരു ദൂത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുക. ദാനിയേൽ എപ്പോഴാണ് ഈ ദർശനം കാണുന്നത്? 1-ാം ലോകൈക സാമ്രാജ്യമായ ബാബിലോണിയൻ സംസ്കാരത്തിന്റെ സമയത്താണ്. ബാബിലോണിയൻ സാമ്രാജ്യം നിലനിൽക്കുന്ന നേരത്ത് അവിടുത്തെ ഭരണാധികാരികളോ നിയമസംഹിതകളോ ആരും കരുതിയിരുന്നില്ല ഈ സാമ്രാജ്യം ഇവിടെ അവസാനിച്ച് അടുത്തൊരു ഭരണാധികാരികൾ രംഗത്ത് വരുമെന്ന്. പക്ഷേ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ തന്റെ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കിയപ്പോൾ നാളെ ഇവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നെന്ന് ഭക്തന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്താൻ എന്റെ ദൈവത്തിന് തിരിഹിതമുണ്ടായാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറഞ്ഞു, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്ന എല്ലാത്തിന്റെയും പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്കായ ഒരു ദൈവ പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറയാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കുന്ന സകല ദൈവമക്കളും ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിന്റെയും പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്കായ ഒരു ദൈവിക പദ്ധതിയുണ്ട്. ആകസ്മികമായി സകലതും വന്നുപോയെന്ന്, അബദ്ധത്തിൽ പലതും പറ്റിപ്പോയെന്ന്, കർത്താവെ സാഹചര്യം അങ്ങനെ എന്നെ കൊണ്ടെത്തിച്ചെന്ന് ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. ഇവിടെ നടക്കുന്നതൊന്നും ആകസ്മികമല്ല പ്രിയപ്പെട്ടവരെ. സകലത്തിന്റെയും പിറകിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്. ആ കരമാണ് നാം ആരാധിക്കുന്ന ദൈവമെന്ന് ഓർത്ത് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എത്ര പേർക്ക് കഴിയും? അവർക്കായി ഞാൻ എന്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സംഭവിക്കുന്ന എല്ലാത്തിന്റെയും പിറകിൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടോ? ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. സ്തോത്രം. 276 പേരുള്ള ഒരു കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ആ കപ്പൽ യാത്ര ചെയ്യുന്നത് റോമിലേക്കാണ്. അപ്പോസ്തലപ്രവൃത്തി 27, 28 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആ സന്ദർഭം, ആ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപേ പൗലോസ്
കപ്പൽക്കാരനോടും അതിന്റെ മാലുമിയോടും പറഞ്ഞു, ഈ യാത്ര ശുഭകരമാകുകയില്ല, നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും. എന്നാൽ പൗലോസ് എന്ന മനുഷ്യന്റെ, ഒരു തടവുകാരന്റെ വാക്കുകളെക്കാൾ അധികമായി കപ്പൽ ഓടിച്ച് പരിചയമുള്ള ആൾക്കാരുടെ വാക്ക് കേൾക്കാനാണ് ഇവർ തയ്യാറായത്. യാത്ര സുഗമമായി ആരംഭിക്കുകയാണ്. യാത്ര ഇങ്ങനെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ: തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ കാര്യമെല്ലാം താല്പര്യമെല്ലാം സാധിച്ചു പോയെന്ന് ആർക്ക് തോന്നി? ഈ പടയാളികൾ, ഈ സേനാനായകന്മാർക്കും കപ്പൽക്കാർക്കും തോന്നി. പൗലോസിനോട് ഒരു പക്ഷെ അവർ പറഞ്ഞു കാണും, നീയല്ലേ പറഞ്ഞത് ഈ യാത്ര സുഗമമാകത്തില്ലെന്ന്, നീയല്ലേ പറഞ്ഞത് നാശനഷ്ടം ഉണ്ടാകുമെന്ന്, എന്നിട്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇവർ ഒരുപക്ഷെ പൗലോസിനെതിരെ അദ്ദേഹത്തെ നാണം കെടുത്തുന്ന രീതിയിൽ ആ കപ്പലിന്റെ അകത്ത് ശകാര വർഷങ്ങൾ ഉന്നയിച്ച് കാണും. ആ മനുഷ്യനൊന്നും പ്രതികരിക്കാൻ പോയില്ല കേട്ടോ. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഏത് യാത്രയാണോ ശുഭകരമെന്ന് അവർ തോന്നിയത്, അതേ യാത്രയ്ക്ക് വിരോധമായി ഈശാനമൂലൻ എന്ന കാറ്റ് അവിടെ അടിക്കാൻ തുടങ്ങുകയാണ്. അനുഭവമുള്ള, പരിചയമുള്ള എല്ലാവരുടെയും അനുഭവങ്ങൾ പാഴായി പോകുന്ന തരത്തിൽ ഈശാനമൂലൻ എന്ന കാറ്റ് ആ കപ്പലിന് നേരെ വളരെ ശക്തമായി ആഞ്ഞടിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അവർ എല്ലാം നോക്കി, പക്ഷെ രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. ആഹാരത്തിനുള്ളത് അവർ കടലിൽ കളഞ്ഞു, രക്ഷപ്പെടാനുള്ളത് കടലിൽ കളഞ്ഞു. പ്രാണൻ മാത്രം കയ്യിൽ പിടിച്ച് 14 ദിനരാത്രങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും കാണാതെ ആ കപ്പലിന്റെ അകത്ത് മരണഭയത്തിൽ ഇവരെല്ലാവരും ഇരിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ വാക്യം ഏതാണെന്നറിയാമോ? അതിന്റെ 21 മുതൽ നമ്മൾ വായിക്കണം. അവരെല്ലാവരും പട്ടിണി കിടന്ന് ഒരു വല്ലാത്ത രീതിയിലായപ്പോൾ ഈ പൗലോസ് എന്ന ഈ മനുഷ്യൻ ഇവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറയുക: എന്റെ വാക്ക് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നാശം വരത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്, എങ്കിലും നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുക. എന്താ കാര്യം എന്നറിയാമോ? കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും ഒരു രോമത്തിന് പോലും ഒരു കേടും വരാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ പ്രതിസന്ധിക്കകത്ത് നിങ്ങളെല്ലാവരും പ്രാണഭയത്തിലായപ്പോൾ എന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വന്ന എന്റെ ദൈവം എന്നോട് പറഞ്ഞത്, കപ്പലിനല്ലാതെ ഒരു മനുഷ്യനും ഒരു ഛേദം വരില്ല. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറഞ്ഞോ പ്രിയപ്പെട്ടവരെ. സുവിശേഷകൻ എന്ന രീതിയിൽ, ദൈവദാസൻ എന്ന രീതിയിൽ, ദൈവത്തിന്റെ വേലയ്ക്കെതിരെ, സഭകൾക്കെതിരെ ഈശാനമൂലൻ ആഞ്ഞടിക്കുമ്പോൾ, തകർത്ത് കളയുമെന്നത് വാദിച്ചു നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ തലമുടി നാരിനൊരു ദോഷം വരാതെ സൂക്ഷിക്കാൻ കഴിയുന്ന അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഇന്ന് രാത്രി നമ്മോട് കൂടെ ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ എത്ര പേർക്ക് അതിനൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കരങ്ങളൊന്ന് ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറഞ്ഞു, എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അനുവദിക്കാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോ ഉണ്ടല്ലോ, കപ്പല് തകർന്നു, കിട്ടിയ പല കഷ്ണത്തിലൊക്കെ പിടിച്ച് ഇവർ മറുകരയ്ക്ക് പോവുക. ആ സംഭവം നിങ്ങൾക്ക് അറിയാം. 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്ന് വരും മെലിത്ത എന്ന് കണ്ടു. ഈ പൗലോസ് അവിടെ കയറി ചെല്ലുക. പൗലോസ് അവിടെ കയറി ചെല്ലുമ്പം അവിടുത്തെ ആൾക്കാര് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്നാന്നറിയാമോ? അസാധാരണ ദേഹയൊക്കെ കാണിച്ചു എന്നുള്ള സത്യമാണ്. എന്നിട്ട് അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കും, ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്: പൗലോസ് തണുപ്പ് കാരണം കുറെ വിറകെടുത്ത് തീക്കകത്തേക്ക് ഇട്ടു. അപ്പൊ ഈ വിറകിന്റെ അകത്തിരുന്ന അണലി തീ നിമിത്തം, ചൂട് നിമിത്തം പൗലോസിന്റെ കൈക്ക് വന്ന് ചുറ്റി, അതായത് അതിനെ കടിച്ചു എന്ന് വേണേൽ പറയാം. ഇത് കണ്ട സമയത്ത് ഇവിടുത്തെ ആൾക്കാർ ആരാ? കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് അനുകമ്പയോടെ ഇവരെ ചേർത്തവര് തന്നെ പറയുകയാണ്, ഇവൻ എന്തോ കുഴപ്പം കാണിച്ചവനാണ്, ഇവൻ എന്തോ പ്രശ്നമുള്ളവനാണ്, ഇവൻ എന്തോ വലിയ കുറ്റവാളിയാണ്. കാരണം എന്താ? ഇങ്ങനെ ഈ പാമ്പൊക്കെ ഇങ്ങനെ കടിച്ചു തൂങ്ങണമെന്നുണ്ടെങ്കിൽ ഇവൻ കൊലപാതകനാ, ഒരു സംശയവും ഇല്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി എന്ത് ചെയ്യുന്നില്ല? ഇവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. പ്രാണരക്ഷാർത്ഥം ഓടിക്കേറിയതാ ദ്വീപിലേക്ക്. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് ഇവർ അസാധാരണമായി ദയ കാണിച്ചതാ. അതേ ആൾക്കാർ തന്നെ, അതേ കൂട്ടം തന്നെ, അതേ നാട്ടുകാർ തന്നെ ഈ പൗലോസിനെതിരെ ഇപ്പോൾ എഴുന്നേറ്റ് വരുന്ന, അവനെതിരെ ശബ്ദിക്കുന്ന, അദ്ദേഹത്തിനെതിരെ ശബ്ദിക്കുന്ന ഭാഗമാണ് നമ്മളോട് വായിച്ചു കേട്ടത്. എന്നെ അത്ഭുതപ്പെടുത്തി എന്നാന്നറിയാമോ? ഇവിടെയും പൗലോസ് ഒന്നും മിണ്ടാൻ പോയില്ല. പൗലോസ് അവിടെ മിണ്ടാതിരുന്നു കേട്ടോ. അങ്ങനെ മൗനമായിട്ട് ഇരുന്നതിന്റെ പിറകിലെ കാരണം എന്താണെന്നറിയാമോ? ഈ 7-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോഴുണ്ടല്ലോ, നമ്മളിങ്ങനെ വായിച്ചു വരുന്നത്, ദൈവം തമ്പുരാൻ ഈ വിഷയത്തിന്മേൽ ഇടപെട്ടു. പൗലോസ് മിണ്ടാതിരുന്നപ്പോൾ ദൈവം ഇടപെട്ടു. പൗലോസ് എന്ന മനുഷ്യൻ ആരാണെന്ന് വിമർശകരുടെ മുമ്പിൽ തന്നെ കാട്ടിക്കൊടുക്കാൻ എന്നെ ദൈവത്തിന് തിരികിതം ഉണ്ടായെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ദൈവദാസന്മാരോട് ഞാനൊരു പ്രബോധന ചിന്ത പറയാം കേട്ടോ. വിമർശനത്തിന് പകരം വിമർശനവും, ശകാരത്തിന് പകരം ശകാരവും പറയാൻ പോകാതെ
കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നവന്റെ കൈകളിലേക്ക് കാര്യം ഭരമേൽപ്പിച്ചാൽ ഹാലേലൂയ, എന്റെ ദൈവം അതിന്മേൽ അത്ഭുതം ചെയ്യാൻ ശക്തനാണെന്ന് ഈ രാത്രി തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഈ 7-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോഴുണ്ടല്ലോ, രക്ഷപ്പെട്ട ശേഷം കുറച്ച് ദിവസത്തേക്കാണ് ആ ദ്വീപിലേക്ക് കയറിയത്. എന്നാൽ ഈ പൗലോസ് എന്ന മനുഷ്യൻ ഈ ദ്വീപിൽ നിന്ന് തിരികെ പോകുന്നത് 3 മാസം കഴിഞ്ഞിട്ടാ. എന്താ ഈ 3 മാസത്തിനടുത്ത് സംഭവിച്ചത്? ആരാണോ ഇവൻ കുലപാതകൻ എന്ന് വിമർശിച്ച അതേ ദ്വീപിലെ സകല ആൾക്കാരും ക്രിസ്തുവിനെ അറിയുന്നതിന് ഈശാനമൂലൻ എന്ന കാറ്റൊരു കാരണമായെങ്കിൽ, പൗലോസേ, ഒരു കാര്യം താങ്കൾ ഉറപ്പിച്ചോ, ഈ കാറ്റ് നിങ്ങളുടെ നാശത്തിനല്ല. പൗലോസിനോട് ചോദിക്കാം, പൗലോസേ, ഈശാനമൂലൻ എന്ന കാറ്റടിച്ചിട്ട് നിങ്ങൾ എന്താ കുലുങ്ങാത്തത്? അദ്ദേഹം തിരിച്ചു പറയുന്ന മറുപടി എന്നാണെന്നറിയാമോ? മോനെ, ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപേ എന്റെ ദൈവം എന്നോടൊരു വാക്തത്വം പറഞ്ഞിരുന്നു. ഏതാ വാക്തത്വം? നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും എന്റെ സാക്ഷിയാകണം. എന്റെ മേൽ ആ ദൈവിക വാക്തത്വം ശേഷിക്കുമ്പോൾ ഈശാനമൂലൻ എന്നല്ല, പാമ്പെന്നല്ല, നീതിദേവിയല്ല, ഏത് പ്രതികൂലം വന്നാലും എന്നെ തകർക്കാൻ എന്റെ ദൈവം സമ്മതിക്കില്ല. കാരണം എന്റെ കരത്തിന് പിടിച്ചത് കേവലം മനുഷ്യനല്ല, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ക്രിസ്തുവാണെങ്കിൽ ഈ രാത്രി സ്തോത്രം ചെയ്തു പറഞ്ഞു, ഏത് വിഷയം നമ്മെ തകർക്കാൻ നോക്കിയാലും, ശുശ്രൂഷയെ ഇല്ലാതാക്കാൻ, പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കാൻ, ആത്മീയ ജീവിതത്തെ തകർക്കാൻ ആരൊക്കെ വെല്ലുവിളി ഉയർത്തിയാലും, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, നിങ്ങളുടെ മേലൊരു ദൈവിക വാക്തത്വം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ശുശ്രൂഷയുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാതെ എന്റെ തലയിലെ രോമമെങ്കിലും താഴെ വീഴാൻ അനുവദിക്കാത്തവൻ എന്റെ ദൈവമാകിയാൽ ഞാൻ അവന്റെ കരങ്ങളിൽ ഇരിക്കുന്നെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ദൈവം ചെയ്യുന്നതൊക്കെയും തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്ന് അവൻ തെളിയിക്കുന്ന സമയമുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഞാൻ വേഗത്തിൽ നമ്മുടെ ഭാഗത്തേക്ക് മടങ്ങി വരിക. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? അങ്ങനെ ഈ ലോകരാജ്യങ്ങളെല്ലാം അടുത്തൊരു ഭരണമാറ്റത്തിലേക്ക് വരികയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അലക്സാണ്ടറിന്റെ 4 സൈന്യാധിപന്മാർക്കായി ഈ രാജ്യം വിഭാഗിച്ചു കൊടുക്കുക. അതിൽ തന്നെ കസാണ്ടർ എന്ന് പറഞ്ഞൊരു സൈന്യാധിപൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ പ്രവിശ്യയാണ് മക്കതോനിയ എന്ന് പറയുന്ന ഭാഗം, മാസഡോണിയ. ഈ കസാണ്ടറിന്റെ പ്രത്യേകത, അലക്സാണ്ടറിന്റെ സഹോദരിയായ തെസലോനിക്കയെ വിവാഹം കഴിച്ചത് ഈ കസാണ്ടർ ആയിരുന്നു. കസാണ്ടറിന് കിട്ടിയ പ്രവിശ്യകളെ എല്ലാം കൂടെ ചേർത്ത് അദ്ദേഹം ഒരു രാജ്യമായി പുനഃസ്ഥാപിക്കുമ്പോൾ തന്റെ ഭാര്യയുടെ പേര് എല്ലാ കാലത്തും ഓർക്കേണ്ടതിന് അദ്ദേഹം ആ പ്രവിശ്യകൾക്കെല്ലാം കൂടെ ചേർത്തിട്ട പേരാണ് തെസലോനിക്ക. അങ്ങനെയാണ് ഈ തെസലോനിക്ക പട്ടണം നിലയിൽ വരുന്നത്. ഈ തെസലോനിക്ക പട്ടണത്തെ പറ്റി ചരിത്രകാരന്മാർ പറയുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം. അക്കാലത്ത്, അതായത് ഗ്രീക്കിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന സകല ദേവീദേവന്മാരുടെയും ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു തെസലോനിക്ക പട്ടണം. അന്ന് ഏകദേശം 2 ലക്ഷത്തിലധികം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ആ പട്ടണത്തിൽ 2 ലക്ഷത്തിലധികം ആരാധനാലയങ്ങളും അതിനേക്കാൾ അധികമായ വിഗ്രഹങ്ങളും ഉണ്ടായിരുന്ന, പാപം യഥേഷ്ടം ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന, വഷളത്വം നിറഞ്ഞൊരു സ്ഥലമായിരുന്നു തെസലോനിക്ക പട്ടണം. ആ പട്ടണത്തിലേക്കാണ് ദൈവത്തിന്റെ ദാസനായ പൗലോസും പൗലോസിലൂടെ സുവിശേഷവും സുവിശേഷത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഇറങ്ങി വന്നത്. ദൈവത്തിന്റെ അഭിഷക്തനായ പൗലോസിലൂടെ ദൈവശക്തിയും സുവിശേഷവും ആ മണ്ണിൽ ഇറങ്ങിയപ്പോൾ വർഷങ്ങളായ ആ നാടിനെ അടക്കി ഭരിച്ചിരുന്ന അന്ധകാര മണ്ഡലങ്ങളെ തകർത്തെറിഞ്ഞ് ദൈവത്തിന്റെ തിരുസഭയെ അവിടെ സ്ഥാപിക്കാൻ എന്റെ ദൈവത്തിന് തിരിഹിതമുണ്ടായാൽ ഇന്ന് രാത്രി ആത്മാവിനൊരു ദൂത് ഞാൻ കൈമാറുന്നു. നമ്മുടെ മേലുള്ള അഭിഷേകം ഒന്ന് ജ്വലിച്ചാൽ, നമ്മുടെ മേലുള്ള ശുശ്രൂഷ നാം തിരിച്ചറിഞ്ഞാൽ, ദേശത്തെ അടക്കി ഭരിക്കുന്ന ഇരുട്ടിന്റെ മേളിൽ ആധിപത്യം നടത്താൻ, അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ നമ്മെ ദൈവം ഉപയോഗിക്കുമെന്ന്, എന്നെ ദൈവം ഉപയോഗിക്കുമെന്ന് ഇന്ന് രാത്രി എത്ര പേർക്കൊന്ന് സ്തോത്രം ചെയ്ത് പറയാൻ പറ്റും? അങ്ങനെ ഉള്ളവർക്കായി ഞാൻ എന്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് കർത്താവിന്റെ സ്തോത്രം ചെയ്യാവോ? ആമേൻ, സ്തോത്രം. ഞാൻ വേഗത്തിൽ പറഞ്ഞ് ഈ ഭാഗത്തിൽ നിന്ന് വചനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുക. അങ്ങനെ ഈ സഭ, തെസലോനിക്ക സഭ ഉടലെടുക്കുകയാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം ദീർഘനാളുകൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്. പക്ഷേ തെസലോനിക്കയിലെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ വെറും 3 ശബത്തിൽ മാത്രമേ അദ്ദേഹത്തിന് അവിടെ ശുശ്രൂഷിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടുത്തെ യഹൂദന്മാര് പൗലോസിനോടും തന്റെ കൂടെയുള്ള സഹയാത്രികന്മാരോടും വളരെ കഠിനമായി അവരെ ഉപദ്രവിക്കാനും അവർക്കെതിരെ നാട്ടുകാരെ കൂട്ടി അവരെ പീഡിപ്പിക്കാനും ഒക്കെയായി ശ്രമിക്കുന്നത് പൗലോസിന് മനസ്സിലായി. അവിടെ നിന്നും അദ്ദേഹം വീണ്ടും യാത്ര ചെയ്യുകയാണ്. അതുവഴി കൊരിന്തിലേക്ക് അദ്ദേഹം പോവുക. കൊരിന്തിലിരിക്കുമ്പോഴാണ് ഈ സഭയുടെ വിശേഷങ്ങളെല്ലാം പൗലോസ് അറിയുന്നത്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് എന്ന മനുഷ്യൻ ഈ സഭയുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പം എന്താണെന്നറിയാമോ? ഈ സഭ ഒരു സഭയാണ്, ഒരു ബാല്യകാലത്തിൽ നിൽക്കുന്ന ഒരു സഭയാണ്. 3 ആഴ്ച മാത്രമേ അദ്ദേഹത്തിന് ഇവിടെ പ്രസംഗിക്കാനും ശുശ്രൂഷിക്കാനും പറ്റിയുള്ളൂ. ഈ സഭയിലെ പ്രിയപ്പെട്ടവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവര് വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നവരാണ്. ഇവരാരും സാധാരണക്കാരല്ല. പാരമ്പര്യമായി വിഗ്രഹാരാധികളായിരുന്നവർ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് വന്നതാ. അത് ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയണ്ടേ? 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം നിങ്ങൾ കണ്ടോ? നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നെന്ന് അവർ തന്നെ പറയുന്നു. അതിന്റെ അർത്ഥം അവർ എല്ലാവരും പാരമ്പര്യമായി വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നവരാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഈ സഭയെ സംബന്ധിച്ച് പൗലോസ് ആത്മാവിൽ എരിയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഇങ്ങനെ വിഗ്രഹങ്ങളെ വിട്ട്, പാരമ്പര്യത്തെ വിട്ട് ഒരു പുതിയ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവിടെ സംഭവിക്കാനുള്ളത് വലിയ ക്രൈസ്തവ പീഡനമാണ്. ഈ സഭയിലെ ദൈവമക്കളെല്ലാം അസാധാരണമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടവരാണ്. കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായവരാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കൊക്കെ ആരെങ്കിലും വിശ്വാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് ഇറങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. കാരണം വീട്ടുകാർ വെറുത്തു, നാട്ടുകാർ വെറുത്തു, കുടുംബക്കാർ വെറുത്തു. ഒരു കുടുംബത്തിൽ ഒരു ഫംഗ്ഷന് പോലും പോകാൻ കഴിയാത്ത, തീർത്തും ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ദൈവസഭയിലേക്ക് വന്നവരായി ദൈവമക്കളെല്ലാം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇതിന്റെ 6-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? ഇവരെങ്ങനെ ഈ ദൈവസഭയ്ക്കകത്ത് നിന്നത്? ബഹു കഷ്ടം സഹിച്ച അവർ നിന്നത്. അവരുടെ പ്രത്യേകത നിങ്ങൾ കേട്ടോ? ബഹു കഷ്ടം അവർ സഹിച്ചിട്ടും, കൊടിയ പീഡനങ്ങളിലൂടെ ഇവർ പോയിട്ടും, സകലരാലും ഒറ്റപ്പെട്ടിട്ടും അവർ സന്തോഷത്തോടെ ദൈവം വന്ന വചനത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ വില കൊടുത്തൊരു സഭയാണ് തെസ്സലോനിക്കയിലെ ദൈവസഭ. ഇന്ന് രാത്രി നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. കർത്താവിന് വേണ്ടി ഒറ്റയ്ക്കൊക്കെ ഇറങ്ങിയവരുണ്ടെങ്കിൽ, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടെങ്കിൽ, പ്രതിസന്ധിയുടെ നടുവിലും പീഡനങ്ങളുടെ നടുവിലും ഈ ക്രിസ്തുവിനെ വിട്ടുമാറാതെ നമ്മെ ചേർത്ത് നിർത്തുന്നത് അറിഞ്ഞ സ്നേഹവും പരിശുദ്ധാത്മാവിലെ കൂട്ടായ്മ എന്ന സന്തോഷവുമാണെങ്കിൽ ഈ രാത്രി സ്തോത്രം ചെയ്തു പറഞ്ഞു, നമ്മൾ ആരാധിക്കുന്ന ദൈവം സകല പ്രതിസന്ധികളെക്കാളും വലിയവനാണ്. അവൻ എന്നെ കൈവിടില്ലെന്ന് വിശ്വാസമുള്ളവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി വേഗത്തിൽ ആ വചനത്തിലേക്ക് ഞാനൊന്ന് വരിക. ഒരു 15 മിനിറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇത്തരം കാര്യം പറഞ്ഞപ്പോൾ തെസ്സലോനിക്ക സഭ എന്താണെന്നും ഈ ലേഖനത്തിന്റെ പ്രസക്തി എന്താണെന്നും പൗലോസിന് ഈ സഭയോടുള്ള ആത്മബന്ധം എന്താണെന്നും നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനാ ഞാനിത് പറഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ. ഏത് ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കുന്നവനായാലും, ഏത് പാരമ്പര്യത്തിന്റെ ആ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട മനുഷ്യനാണെങ്കിലും, സുവിശേഷം അതിന്റെ പരമാർത്ഥതയോടെ വെളിപ്പെട്ടാൽ, ദൈവപ്രവൃത്തി അവിടെ ശക്തമായിട്ട് വെളിപ്പെട്ടാൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആ മണ്ണിൽ ഇറങ്ങിയാൽ കർത്താവിന് വിടുവിക്കാൻ കഴിയാത്തവരാരാ ഉള്ളത് പ്രിയപ്പെട്ടവരെ? ഏത് വലിയ ഭരണകൂടമായാലും, നിയമമായാലും, നിയമസംഹിതയായാലും പ്രാർത്ഥനയ്ക്ക് മുന്നിൽ അത് വഴിമാറുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി തെസ്സലോനിക്ക സഭയെ മുന്നിൽ നിർത്തി ഞാൻ പറയാം, പീഡനങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കുന്നവന് വേണ്ടി നീതിയുടെ കിരീടം എന്ന വലിയ വാഗ്ദത്തം കരുതിയിരിക്കുന്ന ഒരു നാഥനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തിനായി ഞാൻ എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ വായിച്ച വാക്യത്തില് 3 കാര്യങ്ങൾ ഓർത്താണല്ലോ പൗലോസ് ഈ സഭയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നത്. 1, അവരുടെ വിശ്വാസത്തിന്റെ വേല. 2, സ്നേഹപ്രയത്നം. മൂന്നാമത്തേത് എന്താന്ന് പറഞ്ഞു? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. ആ പ്രത്യാശയുടെ സ്ഥിരത എന്ന വിഷയം ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അത് പറയാനുള്ള നേരമേ നമ്മുടെ മുമ്പിലുള്ളൂ. പ്രത്യാശയുടെ സ്ഥിരത. നിങ്ങൾ ഈ തെസ്സലോനിക്ക ലേഖനം മുഴുവനും പഠിക്കുമ്പോഴുണ്ടല്ലോ, ഈ ലേഖനത്തിനകത്തു നിന്ന് നമുക്ക് പൊതുവായി കണ്ടെത്താൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്താ വിഷയമുണ്ട്. അതെന്തുവാണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്നുള്ളതാണ്. മടങ്ങിവരവ്. സ്തോത്രം. ഈ ദൈവസഭയെ പൗലോസ് വളർത്തിയെടുത്തത് ഭൗതികമായ നേട്ടങ്ങളുടെ പട്ടിക നിരത്തിയിട്ടല്ല, മറിച്ച് കർത്താവ് മടങ്ങി വരും, കർത്താവ് നിങ്ങളെ ചേർക്കാൻ വരുമെന്നുള്ള ആഴമേറിയ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവസഭയെ പൗലോസ് വളർത്തിയെടുക്കുന്നത്. ഈ പ്രത്യാശയുടെ സ്ഥിരത എന്ന് പറയുന്നതിന്റെ ആശയം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ സഭയിൽ സംഭവിച്ച ഒരു വലിയ വിഷയത്തെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ സഭയിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? പൗലോസ് 3 ആഴ്ച ഇവിടെ പ്രസംഗിച്ചുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഈ 3 ആഴ്ചയും അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് തന്നെയാണ്. കർത്താവ് വരും, നിങ്ങളെ ചേർക്കും. അത് വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം അവൻ മാറില്ല. കാരണം വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ലാത്തത് കൊണ്ട്. ഇന്ന് രാത്രി വാഗ്ദത്തം ഉള്ളവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്താ വാഗ്ദത്തം മാറാതിരിക്കുന്നതെന്ന് അറിയാമോ? അത് പറഞ്ഞത് ദൈവം ആയതുകൊണ്ടാണ്. അപ്പോ
കർത്താവിന്റെ മടങ്ങിവരവ് എന്നത് ഈ സഭയിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചിന്താ വിഷയം. എന്നാൽ സംഭവിച്ച കാര്യം, പൗലോസ് ഇവിടുന്ന് 3 ആഴ്ചത്തെ ശുശ്രൂഷ കഴിഞ്ഞ് പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പൗലോസ് ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഈ സഭയിലേക്ക് ഒരു കൂട്ടം ദുരുപദേശക്കാരൻ നുഴഞ്ഞു കയറി വന്നു. ദുരുപദേശക്കാരൻ നുഴഞ്ഞു കയറി വരിക മാത്രമല്ല ചെയ്തത്, ഇവര് വന്നിട്ട് ഈ ആവശ്യമില്ലാത്ത പഠിപ്പിക്കലെല്ലാം കൂടെ സഭയ്ക്കകത്തോണ്ട് ഇറക്കി. ഇവര് പറയുന്നത് കർത്താവ് വരത്തൊന്നുമില്ല, ചുമ്മാ നിങ്ങളെ പൗലോസ് പറ്റിച്ചതാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, നിങ്ങൾ വെറുതെ ഈ പൊട്ടന്മാരെ കണക്കിന് ഇതിനകത്ത് വന്നിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഈ സഭയിലെ പാവപ്പെട്ട ദൈവമക്കളോട് ഇവര് വന്ന് ഉപദേശിക്കുക. ഇതിന്റെ കൂട്ടത്തിൽ സംഭവിച്ചാൽ, ഉന്തിന്റെ പുറകെ തളന്ന് പറഞ്ഞ മാതിരി ഇതിന്റെ കൂട്ടത്തിൽ സംഭവിച്ചാലെന്നറിയാമോ? ഈ സഭയിൽ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പൗലോസ് പറഞ്ഞു. ദുരുപദേശക്കാർ വന്ന് മൊത്തത്തോടെ പ്രശ്നം ഉണ്ടാക്കി. എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ഇവരുടെ പ്രിയപ്പെട്ടവരിൽ ചിലർ അകാരണമായി ഈ ലോകത്തുനിന്ന് വേർപെട്ടു. അവരുടെ വേർപാട് ഈ സഭയ്ക്കകത്തെ ദൈവമക്കളിൽ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി. ഇവരെന്താ പറയുന്നതെന്ന് അറിയാമോ? പൗലോസ് എന്ന മനുഷ്യനല്ലേ പറഞ്ഞത്, പൗലോസ് അല്ലേ പറഞ്ഞത് കർത്താവ് വരും, കർത്താവ് വന്ന് നിങ്ങളെല്ലാവരെയും ചേർക്കും, നമ്മളെല്ലാവരും രൂപാന്തരപ്പെടും എന്ന് പൗലോസ് പറഞ്ഞ ആ ഒരു ഉപദേശം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എന്തേ മരിച്ചുപോയത്? ഞാൻ പറഞ്ഞ ആശയം കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ട് അവർ മരണപ്പെട്ടത്? അപ്പൊ കർത്താവ് വരുമെന്ന് പറഞ്ഞത് നുണയല്ലേ എന്നൊരു ചിന്ത ഈ സഭയിലെ ദൈവമക്കളുടെ മനസ്സിന്റെ അകത്തേക്ക് ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, തെസ്സലോനിക്കയിലെ സഭയിൽ മാത്രമല്ല, ഇന്നത്തെ പല ആൾക്കാർക്കും കർത്താവ് വരുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും ഇല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ അങ്ങനെ അല്ലാത്തതിനാൽ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വേഗത്തിൽ വരിക. അപ്പൊ ഈ ഒരു കാര്യം പൗലോസ് അറിയുക. പൗലോസ് എവിടെ നിന്നാണ് ഇത് അറിയുന്നത്? കൊരിന്തിൽ വെച്ചാ അറിയുന്നത്, അല്ലേ? ഞാനൊരു കാര്യം കൂടെ ഒന്ന് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുക. അത് സന്ദർഭോചിതമായി ഇതിന്റെ അകത്തേക്ക് വന്നതായതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു ദൂതും കൂടെ നിങ്ങളോടൊന്ന് ചേർത്ത് പറയാം. നിങ്ങൾക്കറിയാമല്ലോ, പൗലോസിന്റെ ഏത് യാത്രയിലാണ് പൗലോസ് ഈ തെസ്സലോനിക്കയിൽ വരുന്നതെന്ന്? പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയിലാണ് അദ്ദേഹം തെസ്സലോനിക്കയിൽ വരുന്നത്. പൗലോസിന്റെ യാത്ര എവിടെ നിന്ന് ആരംഭിക്കുന്നത്? അത് സിറിയയിൽ നിന്ന് ആരംഭിച്ച് കിലിക്ക വഴി, ദർബ വഴി, ലുസ്ത്ര വഴി പൗലോസ് ഇങ്ങനെ യാത്ര ചെയ്ത് വരികയാണ്. ആ യാത്രയിൽ ഈ ലുസ്ത്രയിൽ എത്തുന്ന സമയത്ത്, അത് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിലാണ് കാണുന്നത്, അവിടെ എത്തുന്ന സമയത്ത് അടുത്തത് എങ്ങോട്ട് എന്നൊരു ചിന്ത പൗലോസിന്റെ മനസ്സിന്റെ അകത്തുണ്ടാകുക. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അടുത്ത യാത്ര ആസ്യ വഴി സഞ്ചരിക്കണമെന്നുള്ളതാണ്. പക്ഷേ ആസ്യയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിനെ വിലക്കുക. പൗലോസെ, നീ ആസ്യയിൽ വചനം പ്രസംഗിക്കരുത്. ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് മാത്രമല്ല, അതിന്റെ പരിസര പ്രദേശങ്ങളിൽ എങ്ങും നിങ്ങൾ സഞ്ചരിക്ക പോലും വരുത്. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല, അവരെ വിലക്കി. എങ്ങോട്ടെന്നറിയാതെ അവർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന രംഗമാണ് 16-ന്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. എന്നെ അവിടെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയ, എന്നെ കർത്താവിൽ ഉറപ്പിച്ചൊരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ടവരെ, ആസ്യയിലേക്കുള്ള വഴി അടഞ്ഞു എന്ന് പൗലോസിന് ബോധ്യമായപ്പോൾ അവർ പ്ലാൻ ചെയ്ത അവരുടെ പ്ലാൻ മുഴുവനും ഒന്ന് റീവർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പൗലോസും കൂട്ടന് വരികയാണ്. എന്താ സംഭവിച്ചത്? അവരുടെ പ്ലാനിന്റെ അകത്ത് ആസ്യ വഴി സഞ്ചരിക്കണമെന്നായിരുന്നു. പക്ഷേ ആസ്യയിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ വിലക്കി പോകരുതെന്ന് പറഞ്ഞു. സ്വാഭാവികമായും മാനുഷികമായ കണക്കുകൂട്ടലുകൾ അവിടെ തെറ്റുക ചെയ്യുന്നത്. എന്നാൽ ആ ഭാഗം മുഴുവൻ വായിച്ചു തീർക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്താണെന്നറിയാമോ? മാനുഷികമായ വഴി അല്ലെങ്കിൽ മാനുഷികമായ കാൽക്കുലേഷൻ തെറ്റുമ്പോൾ ആസ്യയിലേക്കുള്ള വഴിയെ പൗലോസെ അടഞ്ഞിട്ടുള്ളൂ. മക്കദോനിയയിലേക്ക് ഒരു വഴി ഞാൻ നിനക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമ്മുടെ കാൽക്കുലേഷൻ തെറ്റുന്നിടത്ത് ദൈവത്തിന്റെ പദ്ധതി നമുക്ക് വേണ്ടി ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. ആ മക്കദോനിയയിലേക്കുള്ള യാത്രയാണ് അഭിഷത്തിനെ തെസ്സലോനിക്കയിൽ എത്തിച്ചതെങ്കിൽ ഇന്ന് രാത്രി റൂട്ട് തീരുമാനിക്കുന്ന ദൈവത്തിനായി, ഹല്ലേലൂയ, എങ്ങനെ നാം നടക്കണം, ഏത് വഴി നാം പോകണം, എന്ത് ചെയ്യണമെന്ന് കാര്യകാരണ സഹിതം വ്യക്തമാക്കുന്ന നല്ല നാഥനെയാണ് നാം ആരാധിക്കുന്നതെന്ന് ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ആമേൻ. വേഗത്തിൽ ഞാൻ ഈ ഭാഗത്തേക്ക് വരിക. അങ്ങനെ ഈ അകാരണത്തിലുള്ള ഇവരുടെ വേർപാട് സഭയ്ക്കകത്ത് വലിയ ദുഃഖമുണ്ടായി. പൗലോസ് ഇത് അറിയുക. പൗലോസിന്റെ ഏറ്റവും വലിയൊരു വിഷമം എന്നാണെന്നറിയാമോ? ഈ ദൈവമക്കൾ ആരും തന്നെ വിശ്വാസത്തിൽ നിന്നും പിറകോട്ട് പോകാൻ പാടില്ല. അവരെ കർത്താവിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് പൗലോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ ആ ബാല്യപ്രായത്തിൽ നിന്ന് വളർത്തിയെടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു
ഒരു പിഞ്ചു പൈതലിനെ അപ്പൻ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, അതുപോലെയാണ് പൗലോസ് ഈ സഭയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിഷ്കളങ്കരായ സാധുക്കളായ ദൈവമക്കൾ, കൊടിയ പീഡനങ്ങളിലൂടെ പോയവർ, അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തു നിൽക്കുന്ന ദൈവമക്കൾ, അവരോട് ഇത്തരത്തിലുള്ള വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയ ദുരുപദേശകന്മാരോട് പൗലോസിന് വല്ലാത്ത അമർഷമുണ്ട്. പക്ഷെ അതിനല്ല, വിമർശകരോട് മറുപടി പറയുന്നതിലല്ല അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ ഉറപ്പിക്കുന്നതിലാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. അങ്ങനെ പൗലോസ് അവരെ ഇങ്ങനെ ഉറപ്പിച്ച് വരുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 1 തെസ്സലോനിക്ക ലേഖനത്തിന്റെ 5-ാം അധ്യായം 4-ാം അധ്യായമൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോഴുണ്ടല്ലോ, അവരോട് പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്. എന്താണെന്നറിയാമോ? എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, കർത്താവ് വരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വരിക തന്നെ ചെയ്യും. കാരണം അവൻ ദൈവമാണ്, വ്യാജം പറയാൻ മനുഷ്യനല്ല. എന്നിട്ട് പൗലോസ് ചേർത്ത് പറയുക, സ്തോത്രം, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. കാരണം പ്രത്യാശയില്ലാത്തവരാണ് എന്റെ പ്രിയപ്പെട്ടവൻ മരിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുന്നത്. നമ്മളെ കുറിച്ചൊക്കെ പുറത്തുള്ള ആൾക്കാരൊക്കെ പറയത്തില്ല, പ്രിയപ്പെട്ടവൻ മരിച്ചു കിടന്നാൽ പോലും കരിങ്കലിന് കാറ്റ് പിടിച്ച മാതിരി ഇരിക്കുന്ന ആൾക്കാരാ നമ്മളെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായോ? ദുഃഖിക്കാനുള്ളതല്ല, ഒരാളുടെ വേർപാട് ഒരു വലിയ സന്തോഷത്തിലേക്കുള്ള ഒരു തുടക്കമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ആരും പതറിപ്പോകാതെ നിൽക്കുന്നതെന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. ഓക്കെ, ഈ സഭയിലെ പ്രിയപ്പെട്ടവരോട് പറയുക, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. കാരണം എന്നാണെന്നറിയാമോ? അവരൊക്കെ ദുഃഖിക്കുന്നത് ഇവിടം കൊണ്ടെല്ലാം അവസാനിച്ചു എന്നുള്ള ആ ഒരു ധാരണയുടെ പുറത്താണ്. എന്നാൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. സ്തോത്രം, യേശുക്രിസ്തു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്നുള്ളത് നാം വിശ്വസിക്കുന്ന പരമാർത്ഥമായ സത്യമാണെങ്കിൽ ദൈവം നിദ്ര കൊണ്ടവരെയും യേശുക്രിസ്തു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. എന്നിട്ട് താഴെ പറയുകയാണ്, അങ്ങനെ നിദ്ര കൊണ്ടവർ ക്രിസ്തുവിനോട് കൂടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കർത്താവ് തന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, അടുത്തത് കേട്ടോ, ക്രിസ്തുവിൽ മരിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ രൂപാന്തരപ്പെട്ട് അവനോട് കൂടെ എടുക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, മരിച്ചവർ ഉയർക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാമും ആകാശത്തിൽ അവനെ എതിരേൽക്കാൻ മേഘങ്ങൾ എടുക്കപ്പെടും. നിങ്ങൾ ദുഃഖിക്കരുതെന്ന് പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഈ വേർപാട് താൽക്കാലികമായൊരു വേർപാടാണ്. എന്നാൽ അതിവിദൂര ഭാവിയിൽ ആ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുന്ന ഒരു ശുഭദിനം നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് ഓർത്ത് സ്തോത്രം ചെയ്യാൻ ആ പൗലോസ് അവിടെ പറഞ്ഞു നിർത്തുന്നത്. ഞാൻ ഈ പൗലോസിനോട് ചോദിക്കാം, പൗലോസേ, കർത്താവ് വരുമെന്ന് ഇത്ര ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാൻ എന്താ ഈ കാരണം? എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? പൗലോസിന് പറയാനുള്ള മറുപടി അല്പം വിചിത്രമായൊരു മറുപടി ആയിരിക്കും. അദ്ദേഹം എന്നോട് പറയാൻ പോകുന്ന മറുപടി എബ്രായ ലേഖനത്തിൽ നിന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മനോഹരമായൊരു വിശദീകരണം കിടപ്പുണ്ട്. ഞാൻ ഏത് സാഹചര്യത്തിൽ എങ്ങോട്ടേക്ക് വരുന്നത്? ഞാൻ പൗലോസിനോട് ചോദിക്കുക, പൗലോസെ, കർത്താവ് വരുമെന്ന് ഇത്ര ഉറപ്പോടെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താ? അദ്ദേഹം എന്നെ എബ്രായ ലേഖനത്തിലേക്ക് കൊണ്ടുവരിക. എബ്രായ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ശരിക്കും ചിന്താവിഷയം. അവിടെ പറയുന്ന 2 കാര്യങ്ങളാണ്. ആ ഭാഗം ഇങ്ങനെയാണ്: ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, തങ്ങളെക്കാൾ വലിയവനെ കണ്ടല്ലോ മനുഷ്യൻ സത്യം ചെയ്യുന്നത്, ആണെ അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു. അടുത്തത് 17-ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാലും ഉറപ്പിച്ചു കൊടുത്തു. ഈ വാക്യത്തിന്റെ ആശയം ഞാൻ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കും. ഇവിടെ പൗലോസ് പറയുന്ന ഒരു ഭാഗം എന്താണെന്നറിയാമോ? ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ ആ വാഗ്ദത്തം ഉറപ്പിച്ചു കൊടുക്കുക. അതിന്റെ ആശയം എന്താ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ നിന്ന് ഒരു കാര്യം നിങ്ങളോട് പറയുക. നിങ്ങളിൽ പലർക്കും ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ തെറ്റാണെന്ന് തോന്നും. അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ വാസ്തവ എന്ന് എന്നോട് പറയാൻ ഒരു മടിയും കാണും. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഉറപ്പിച്ചു പറയുക, എന്റെ പ്രിയപ്പെട്ടവരെ, അത് അങ്ങനെ തന്നെയാ 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ അടുത്ത പറയുന്ന കേട്ടോണേ, എന്റെ അമ്മയാണേ സത്യം, അത് അങ്ങനെ തന്നെയാ. അങ്ങനെ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അതിന് കാരണം എന്നറിയാമോ? ഞാൻ ആരെയാ കൂട്ടുപിടിച്ചേക്കുന്നത്? എന്റെ അമ്മേനെയാ കൂട്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ എന്നെക്കാളും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാരാ? എന്റെ അമ്മയാ. എന്റെ അമ്മയാണേ സത്യം എന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ പറയുന്നത് ഇല്ലാത്ത കാര്യമാണെങ്കിലും നിങ്ങൾക്കത് വിശ്വസിച്ചേ പറ്റൂ. കാരണം അത് സത്യം തന്നെയാ.
മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്താ പൗലോസ് പറയുന്നത്? അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവൻ ഇല്ലാത്തത് കൊണ്ട് ദൈവം എങ്ങനെയാ സത്യം ചെയ്യുന്നത്? ദൈവത്തെ കൊണ്ട് തന്നെ സത്യം ചെയ്യിക്കുക. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? താഴോട്ട് വായിക്കുമ്പോൾ അവൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കാനും വാഗ്ദത്ത വിഷയം പ്രാപിക്കാനുമുള്ള കാരണം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത് കേവലം ഒരു മനുഷ്യനല്ല, വാഗ്ദത്തം ചെയ്തത് അഖിലാണ്ടത്തിന്റെ നാഥനായ ദൈവം തന്നെയാണ്. എങ്ങനെയാ ദൈവം വാഗ്ദത്തം ഉറപ്പിച്ചത്? തന്നേക്കാൾ വലിയവൻ ഒരുവൻ ഇല്ലാത്തത് കൊണ്ട് ദൈവത്തെ കൊണ്ട് തന്നെയാണ് അവിടെ ദൈവം സത്യം ചെയ്യിക്കുന്നത്. ഞാൻ പറഞ്ഞ ആശയം പിടികിട്ടുന്നുണ്ടോ? ആമേൻ. എന്നിട്ട് അദ്ദേഹം താഴോട്ട് പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്, കർത്താവിന്റെ വരവ്, കർത്താവിന്റെ പ്രത്യക്ഷത, വാഗ്ദത്തം നടക്കുമോ എന്ന് പറയുന്ന കാര്യമാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. താഴോട്ട് വായിച്ചു വരുമ്പം അതിന്റെ 18-ാമത്തെ വാക്യം നിങ്ങൾ നോക്കൂ. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്കു പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാൻ ഇടവരുന്നു. 19 നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ആ പ്രത്യാശ ആത്മാവിലൊരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. എന്താ വാക്യത്തിന്റെ ആശയം? ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്തും, അതോടുകൂടി നമ്മുടെ സമയം ഇവിടെ തീരുക. 2 കാര്യങ്ങളാൽ കർത്താവിന്റെ വരവുണ്ടെന്ന്, കർത്താവ് പ്രത്യക്ഷനാകുമെന്ന്, നമ്മൾ ഉയർക്കുമെന്ന് പൗലോസ് പറയുകയാണ്. 2 കാര്യങ്ങളാൽ. ഒന്ന്, ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. ഏത് കാര്യത്തിലാണ് പറയുന്നത്? അബ്രഹാമിനോടുള്ള ഭൗമികമായ വാഗ്ദത്തം. 24 വർഷത്തെ കാത്തിരിപ്പ്, 25-ാമത്തെ വർഷം ദൈവം തന്നെ വാഗ്ദത്തം നിവർത്തിച്ചെങ്കിൽ കർത്താവ് വരുമെന്ന് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാഗ്ദത്തവും നിവർത്തിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് പൗലോസ് അടിവരയിട്ട് പറയുകയാണ് ഇവിടെ. 2 കാര്യങ്ങൾ കൊണ്ട് അത് ഉറപ്പിക്കുക. ഒന്നാമത്തേത്, ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ നങ്കൂരം. ഏതാ പ്രത്യാശ? കർത്താവ് വരുമെന്നുള്ള പ്രത്യാശ നങ്കൂരമാണ്. നങ്കൂരം നമ്മൾ എവിടെ കാണുന്നത്? ആങ്കർ എവിടെ കാണുന്നത്? കപ്പലിലാണ് കാണുന്നത്, അല്ലെ? എന്തിനാ ഈ ആങ്കർ കപ്പലിൽ ഉപയോഗിക്കുന്നത്? കടലിൽ കപ്പലിനെ ഉറപ്പിച്ചു നിർത്താൻ. എത്ര തിരമാലകൾ വന്നാലും തീരത്തോട് ചേർത്ത് ഈ കപ്പലിനെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് നങ്കൂരം ഉപയോഗിക്കുന്നത്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 27 നമ്മൾ വായിച്ചു, നങ്കൂരം ഇട്ടിട്ടും തിരയുടെ ആഘാതത്താൽ അത് തകർന്നു പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഇടുന്ന ഏതൊരു നങ്കൂരവും ഉറച്ചു നിൽക്കാനും തകരാനുമുള്ള സാധ്യതയുണ്ട്. അതിന്റെ അർത്ഥം അതിന് പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ നങ്കൂരം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ആശയം? നമ്മൾ കർത്താവ് വരുമെന്നുള്ള, നമ്മൾ ഉയർക്കുമെന്നുള്ള പ്രത്യാശ ഇട്ടിരിക്കുന്നത് ഈ ലോകത്തിലല്ല, നമ്മൾ ഇട്ടിരിക്കുന്നത് ക്രിസ്തുവിലാണ്. അതെങ്ങനെ ഇട്ടിരിക്കുന്നത്? നമ്മുടെ ആത്മീക ജീവിതവുമായി ബന്ധപ്പെട്ട ആ നങ്കൂരം ഇട്ടിരിക്കുന്നത്. അത് ഇളകി പോകുന്നതല്ല. കാരണം യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് നമ്മൾ ആ നങ്കൂരം ഇട്ടിരിക്കുന്നത്. അത് ഇളകാത്ത പാറയാണെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. രണ്ടാമത്, അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. എന്താ തിരശീല? എൻ്റെ ബാക്കിലൊരു വോളുണ്ട്, അല്ലേ? എൻ്റെ ബാക്കിലൊരു വോളുണ്ട്. ഇതെന്തിനാ ഇട്ടേക്കുന്നതെന്ന് അറിയാമോ? പുറത്തിരിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് കാണാതിരിക്കാൻ. എനിക്കിതേ നോക്കിയാൽ പുറത്തുള്ളത് കാണാൻ പറ്റുകയില്ല. പക്ഷെ എൻ്റെ നേരെ അപ്പുറത്തൊരു വിൻഡോ ഉണ്ട്. ഞാൻ ആ ജനൽ തുറന്ന് ഇതിന്റെ പുറത്തെന്നാ നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് കാണാം. പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതിന്റെ അകത്തുള്ളത് കാണാം. അപ്പോൾ എന്തോ ഒന്നിനെ മറയ്ക്കാനാണ് ഈ ബാക്കിലെ ഭിത്തി ഇവിടെ ഇട്ടിരിക്കുന്നത്, നമ്മുടെ കർട്ടൻ ഇട്ടേക്കുന്നത്. സ്തോത്രം. എന്താ ഇവിടെ പറയുന്നതെന്ന് അറിയാമോ? ഈ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് നീങ്ങുന്നതെന്ന് പറയാനുള്ള കാരണം എന്താ? ഈ തിരശീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ പൗലോസ് പറയുന്ന തിരശീല, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണത്തെയാ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ മരണത്തിലൂടെ ഈ തിരശീല നീങ്ങുക. ഏതാ തിരശീല? നമ്മുടെ നിത്യത എന്ന തിരശീല. ഇന്ന് നമുക്ക് മറവായിരിക്കുന്ന ആ തിരശീല ഈ ഭൂമിയിൽ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ കണ്ണ് തുറക്കുന്നത് എൻ്റെ നിത്യതയിലാണെന്നുള്ള ഉറപ്പാണ്. കർത്താവ് പ്രത്യക്ഷനാകുമെന്നുള്ള വാഗ്ദത്തത്തിൽ എന്നെ ഉറപ്പിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. ഞാൻ ആരാധിക്കുന്ന ദൈവം കേവലം ഒരു മിഥ്യാമൂർത്തിയല്ല, ഒരു കെട്ടുകഥയല്ല, ഒരു ചരിത്ര പുരുഷനല്ല. ഞാൻ വേഗത്തിൽ നിങ്ങളെ ചേർക്കാൻ വരുമെന്ന് എന്നോട് വാഗ്ദത്തം പറഞ്ഞ കർത്താവ് കാലതാമസം കൂടാതെ എന്നെ ചേർക്കാൻ വരുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തിക്കോ. അവൻ എത്രയും വേഗം മടങ്ങി വരാനുള്ള കാലമായി ഒരുങ്ങുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെന്ന് ഞാൻ ആത്മാവിൽ പ്രതീക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശയുടെ സ്ഥിരത എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ
മടങ്ങി വരവെന്നുള്ളതാണ് ഈ പ്രത്യാശയുടെ സ്ഥിരത. തെസ്സലോനിക്കയിലെ സഭയെ എന്താ നിങ്ങൾ ഉറച്ചു നിൽക്കാനുള്ള കാരണം? പീഡനങ്ങൾ വന്നിട്ട്, ദുരുപദേശക്കന്മാർ വന്നിട്ട്, കഷ്ടതകൾ വന്നിട്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അകാലത്തിൽ മരണപ്പെട്ടിട്ട് നിങ്ങൾ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? പൗലോസ് പറയുന്നു, അവരാരും നോക്കുന്നത് ഈ മണ്ണിലെ സുഖത്തെയല്ല, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുന്നവരല്ല തെസ്സലോനിക്കയിലെ വിശ്വാസികൾ. അവർ നോക്കുന്നത് സുന്ദരനായ മഹോന്നതനായ ദൈവത്തിന്റെ മുഖത്തേക്കാണെങ്കിൽ, ഞങ്ങളെ ചേർക്കാൻ വേഗം വരുമെന്ന് വാക്ക് പറഞ്ഞ ഞങ്ങളുടെ പ്രാണപ്രിയനിലേക്കാണെങ്കിൽ, ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറഞ്ഞു, നിയമത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് വെല്ലുവിളികൾ ഉയർത്തി ദൈവദാസന്മാരെ, ദൈവമക്കളെ കൊന്നുമുടിക്കുന്ന വലിയ വിപത്ത് ദേശത്തിൽ സംഹാരതാണ്ഡവമാടുമ്പോഴും എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നത് എന്നെ ചേർക്കാൻ വരുമെന്നുള്ള കർത്താവിന്റെ വാക്കുകളാണെങ്കിൽ, ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സകല ദൈവമക്കളും ആമേൻ ആശീർവാദം പറയുന്നതിന് മുൻപ്, കർത്താവേ, ആ വരവിന് വേണ്ടി എന്നെ ഒരിക്കൽ കൂടി ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് വേണം ഈ രാത്രി ഈ മീറ്റിംഗിൽ നിന്ന് മടങ്ങി പോകാനായിട്ട്. ആമേൻ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. എല്ലാ കണ്ണുകളും ഒന്ന് കർത്താവിന്റെ സന്നിധിയിൽ അടച്ചേ. ആമേൻ. ഒരുമിച്ച് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഈ സമയം അത്രയും നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ താന്നിരിക്കുകയായിരുന്നല്ലോ. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരാറായി. തെസ്സലോനിക്കയിലെ ദൈവമക്കളെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഏത് പ്രതിസന്ധികൾ വന്നാലും, എത്ര വലിയ ഈശാനമൂലന്റെ കാറ്റ് വന്നാലും അതിൽ നിന്നും തകർന്നു പോകാതെ വിശ്വാസ കപ്പൽ മറുകരയിൽ എത്തിക്കാൻ എന്റെ നാഥൻ എന്റെ അമരത്തുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് ഇന്ന് രാത്രി ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല ഭാഗ്യ പദവിക്കായി സ്തോത്രം കർത്താവെ. അപ്പാ ദൈവമേ, പല രാജ്യങ്ങളിൽ പല ടൈം സോണുകളിൽ ഇരുന്ന് ഈ വിധത്തിൽ ഞങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കാൻ, അങ്ങയുടെ വചനം ശ്രവിക്കാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം കർത്താവെ. അങ്ങയുടെ വരവ് വാതിക്കലായിരിക്കുന്നല്ലോ. തെസ്സലോനിക്കയിലെ ദൈവമക്കളെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന പ്രത്യാശയുടെ സ്ഥിരത എന്ന വാഗ്ദത്ത വിഷയത്തിന് വേണ്ടി കാത്തിരിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണേ. അപ്പൊ അനേകര് ദർശനം മങ്ങിപ്പോയി ലക്ഷ്യമില്ലാതെ ഈ ലോകത്തിന്റെ സുഖസമൃദ്ധികളിലേക്ക് പേരിനും പ്രശസ്തിക്കും വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഞങ്ങൾ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി കർത്താവെ, ഞങ്ങൾ കണ്ട ദൈവത്തിന്റെ ദർശനത്തിന് മുമ്പാകെ വില കൊടുത്ത് ജീവിക്കാൻ ഞങ്ങളെ ദൈവം സഹായിക്കണമേ. കർത്താവെ, പ്രത്യേകാൽ ഗോഡ് ഈസ് ലവ് എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ 58 ആഴ്ചകളിലും ഈ മീറ്റിംഗ് മുടങ്ങാതെ നടക്കാൻ ദൈവമേ അങ്ങ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഈ 59ാമത്തെ ആഴ്ചയിലും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. കർത്താവെ, അങ്ങയുടെ ദാസൻ ഡെന്നി പാസ്റ്റർക്കായി, പ്രിയ സിസ്റ്റർ സിജി സിസ്റ്റർക്കായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് കൊടുത്ത ദർശനം കർത്താവെ, ഈ കാലം അത്രയും അത് ക്യാരി ചെയ്യാൻ ദൈവമേ അങ്ങ് അവരെ സഹായിക്കുന്നല്ലോ. ദൈവത്തിന്റെ കൃപകളാൽ അങ്ങ് നിറയ്ക്കണമേ കർത്താവെ, അധികമായി പ്രയോജനപ്പെടുത്തണമേ. അപ്പാ, ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുത്ത അങ്ങയുടെ അഭിഷക്തന്മാരായി, ദൈവമക്കളായി, എൻ്റെ പ്രിയ സഹോദരങ്ങളായി എല്ലാവരെയും കർത്തൃകരങ്ങളിലേക്ക് ഞാൻ കൈമാറുന്നു. കർത്താവെ, സകലരെയും ദൈവം അനുഗ്രഹിക്കണം. ശുശ്രൂഷ മേഖലകളെ ആദരിക്കണം. കർത്താവിന് വേണ്ടി എരിവോടെ പ്രവർത്തിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, വരുന്ന ദിവസങ്ങളിൽ ഈ സന്ദേശം കേൾക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരും ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. എല്ലാ നന്മകളാലും അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എളിയവനായ അടിയന് ശുശ്രൂഷിക്കാൻ അങ്ങ് തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ കർത്താവെ, ഗോഡ് ഈസ് ലവ് എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ, ഈ മീറ്റിംഗിൽ നിരന്തരമായി ഭാഗവാക്കാകുന്ന സകല പ്രിയപ്പെട്ടവരെയും കർത്താവെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് മാനിക്കണം. അങ്ങയുടെ നാമത്തിനും അങ്ങയുടെ രാജ്യത്തിനും വരെ പ്രയോജനപ്പെടുത്താൻ എൻ്റെ ദൈവം സഹായിക്കണം. മഹത്വം മുഴുവനും അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്റെ നല്ല പിതാവേ, ആമേൻ. കരങ്ങളെ ഉയർത്തി നന്ദിയോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം.